ഫ്ലഷ് ടാങ്ക് വർക്ക് ചെയ്യുന്നില്ലേ? പ്രോബ്ലം ഇവിടെയായിരിക്കും. സാധാരണ ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ വന്നാൽ പുഷ് ബട്ടൺ അല്ലെങ്കിൽ ഷിഫോൺ കംപ്ലൈന്റ് ആണെന്ന് കരുതും. പക്ഷേ റിയൽ പ്രോബ്ലം എന്താണെന്ന് കണ്ടെത്താൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ചെക്ക് ചെയ്യുക തന്നെ വേണം. ആദ്യം ആംഗിൾ കോക്ക് ചെക്ക് ചെയ്തു, അതിൽ വാട്ടർ ഫ്ലോ കറക്റ്റ് ആയിരുന്നു. അതിനുശേഷം നൈലോൺ കണക്ഷൻ ചെക്ക് ചെയ്തു, അതിൽ ബ്ലോക്ക് ഒന്നുമില്ല. ഇനി മറ്റൊന്നും നോക്കാനില്ല, ഫ്ലോട്ട് വാൾവ് അല്ലെങ്കിൽ ഇല്ലറ്റ് വാൾവ്, അത് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെയാണ് മെയിൻ പ്രോബ്ലം തുടങ്ങിയത്. വാൾവ് അയച്ചെടുത്തപ്പോഴാണ് കാര്യം മനസ്സിലായത്, ഇത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അയച്ചെടുത്തു, പുറത്തു നിന്ന് ഡയറക്റ്റ് കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കി, വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇനി ഈ ഫ്ലോട്ട് വാൾവ് ഓരോന്നായി സെപ്പറേറ്റ് ചെയ്ത് അയച്ച് ക്ലീൻ ചെയ്ത് നോക്കാം, വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്ന്. സാധാരണ അയൺ കണ്ടന്റ് കൂടുതലുള്ള വെള്ളങ്ങളിൽ ചളി ഊർന്ന് ഇതുപോലെയുള്ള സാധനങ്ങൾ പെട്ടെന്ന് തന്നെ കേടായി പോകാറുണ്ട്. ലൈൻ ഫിൽറ്ററുകൾ വെക്കുന്നത് ഒരു പരിധിവരെ ഇതുപോലെയുള്ള കംപ്ലൈന്റുകളെ പരിഹരിക്കാൻ കാരണമാകും. ഇത് സാധാരണ കാരണം അയച്ചെടുക്കാൻ കഴിയുന്ന ഒരു മെക്കാനിസമാണ്. ജസ്റ്റ് പ്രസ് ചെയ്തതിനു ശേഷം ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ അയഞ്ഞു വരുന്നതാണ്. അയച്ചെടുത്തതിനു ശേഷം അടിഞ്ഞുകൂടിയിരിക്കുന്ന ചെളികൾ പൂർണ്ണമായി കഴുകി വൃത്തിയാക്കുകയും കൂടാതെ അതിന്റെ മുകളിലുള്ള ഒരു ഗ്ലാസ്കറ്റ് റിമൂവ് ചെയ്യാൻ അതിന്റെ മുകളിൽ ഒരു ക്വാർട്ടർ പിന്ന് നൽകിയിട്ടുണ്ടാവും. അത് റിമൂവ് ചെയ്തതിനു ശേഷം അതിന്റെ ഉള്ളിലെ ഗ്ലാസ്കറ്റും വൃത്തിയാക്കി അയച്ചതുപോലെ തന്നെ ഫിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഫ്ലോട്ട് വാൾവിന്റെ എല്ലാ പാർട്സുകളും കറക്റ്റായി ഫിറ്റ് ചെയ്തതിനു ശേഷം നേരത്തെ കണക്ട് ചെയ്തതുപോലെ പുറത്തു നിന്നും ഒരു സെപ്പറേറ്റ് ലൈൻ കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുക. അതെ, ഇതിവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് പൊക്കി നോക്കുമ്പോൾ അത് ഓഫ് ആവുന്നുണ്ട് എന്നുകൂടെ ഉറപ്പുവരുത്തുക. ഇതിൽ കൂടുതൽ മെക്കാനിസം ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു റിപ്പയർ കൊണ്ട് തന്നെ ഇത് ശരിയാവാൻ സാധ്യതയുണ്ട്. ഇതേപോലെ ഫ്ലഷ് ടാങ്കുകൾക്ക് വരുന്ന മറ്റൊരു കംപ്ലൈന്റ് ആണ് വെള്ളം ലീക്കായി ടാങ്കിലെ വെള്ളം പൂർണ്ണമായും തീർന്നു പോകുന്ന അവസ്ഥ. ഇതിനും ഇതേ മെയിൻ്റനൻസ് തന്നെ ചെയ്താൽ മതി, പക്ഷേ സൈഫോൺ ആണ് ക്ലീൻ ചെയ്യേണ്ടത് എന്ന് മാത്രം. ഇതേപോലെയുള്ള റിയൽ സൈറ്റ് വർക്കുകൾക്ക് വേണ്ടി എന്നെ ഫോളോ ചെയ്ത് വെക്കുക. പൈപ്പുകളിൽ അടിഞ്ഞുകൂടുന്ന ചളി വരാതിരിക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.